എന്താണ് നാനോ സംരംഭങ്ങൾ എന്ന് പലരും ചോദിക്കാറുണ്ട്. 5 ലക്ഷം രൂപ വരെ ആകെ മുതൽ മുടക്കുള്ളതും 5 HP വരെ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളതുമായ യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർവചന പ്രകാരം വൈറ്റ് ഗ്രീൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നതുമായ ചെറിയ സംരംഭങ്ങളാണ് നാനോ സംരംഭങ്ങൾ. ഇത് സർക്കാർ കൊടുത്തിരിക്കുന്ന നിർവചനമാണ്. ഇത്തരം യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും കുടുംബാംഗങ്ങൾ തന്നെ ആയിരിക്കും ഏർപ്പെടാറുള്ളത്. ഈ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്ന നാനോ കുടുംബ സംരംഭങ്ങൾ വീടുകളിൽ തന്നെ ആരംഭിക്കാവുന്നതും നിലവിൽ വീട്ടിൽ ലഭ്യമായ വൈദ്യുതി ഉപയോഗിക്കാനും ഗാർഹിക താരിഫിൽ തന്നെ ബിൽ തുക അടയ്ക്കാനും അനുവാദം നൽകിയിട്ടുണ്ട്. അതായത് നമ്മളുടെ വീട്ടിലുള്ള കറണ്ട് ആ കറണ്ട് തന്നെ ഉപയോഗിക്കാം. നമുക്ക് സാധാരണ എത്രയാണോ പെർ യൂണിറ്റിന് ചാർജ് ചെയ്യുന്നത് അത്രയും തന്നെ കൊടുത്താൽ മതി. അതാണ് നാനോ സംരംഭങ്ങളുടെ ഗുണം. പിന്നെ ഈ നാനോ സംരംഭങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാനോ കുടുംബ സംരംഭങ്ങളെ സർക്കാരിന്റെ ഭരണ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സർക്കാർ. കൂടുതൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് യുവാക്കളും സ്ത്രീകളും ഒക്കെ സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ സംരംഭ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വഴിയൊരുക്കും എന്നാണ് സർക്കാർ ഇതുമൂലം കരുതുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറിയ യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് കേരളത്തിൽ റയർ ആയിട്ട് ഉണ്ടോ എന്ന് പോലും കൃത്യമായി അറിയാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പ്രോഡക്റ്റിന് എന്നും മാർക്കറ്റ് ഉണ്ടായിരിക്കും. ഈ ലോകമുള്ള കാലത്തോളം മാർക്കറ്റ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് കർപ്പൂരം. കർപ്പൂരം മതാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹോമങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എല്ലാ ജനവിഭാഗവും കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്നാൽ കർപ്പൂരത്തിന്റെ നിർമ്മാണം കേരളത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ 1-2 യൂണിറ്റേ ഉള്ളൂ. പക്ഷെ അപ്പോൾ ഈ കർപ്പൂരം മുഴുവൻ എവിടെ നിന്നാണ് വരുന്നത്? അതാണ് ഏറ്റവും വലിയ രസം. നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഡൽഹി വരെയുള്ള ആളുകൾ കർപ്പൂരം ഇവിടെ വിറ്റ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും അതിനുവേണ്ടി ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വളരെ കുറഞ്ഞ മുടക്കുമുതലിൽ ആരംഭിക്കാവുന്ന ഒരു കുടുംബ സംരംഭമാണ് കർപ്പൂരം. എല്ലായിടത്തും വിപണിയുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സാധ്യതയാണ്. നമ്മൾ നോക്കുന്നിടത്തൊക്കെ ഇതിന്റെ വിപണിയാണ്. നല്ലൊരു മാർക്കറ്റിംഗ് രീതി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന കർപ്പൂരം ഏറ്റവും കൂടുതൽ വിൽക്കുകയും ചെയ്യാം. നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ വിജയം കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽ റെഡി മിക്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മൾ ഇത് കർപ്പൂര മരങ്ങളുണ്ട്, ആ മരങ്ങളിൽ നിന്നാണ് ഇത് ശേഖരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഈ റെഡി മിക്സ് ലഭിക്കും. ആ റെഡി മിക്സ് കൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയാകും. ഈ കർപ്പൂരത്തിന് അനന്ത സാധ്യതയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കർപ്പൂരത്തിന്റെ ബട്ടണുകൾ നിർമ്മിച്ച് പ്ലാസ്റ്റിക് കവറുകളിലോ കണ്ടെയ്നറിലോ ഒക്കെ നിറച്ച് നമുക്ക് വിൽക്കാം. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് വിതരണക്കാരെ നിയമിച്ചതിന് ശേഷം കർപ്പൂരം നിർമ്മിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിതരണക്കാർക്കും വിൽപ്പനക്കാർക്കും ഒക്കെ ഏതാണ്ട് നല്ലൊരു കമ്മീഷൻ പോകുന്നുണ്ട്. 30-40% വരെ കമ്മീഷൻ പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ പോലും വലിയ വരുമാനം നൽകുന്ന ഒരു ബിസിനസ് തന്നെയാണ് കർപ്പൂര നിർമ്മാണം. ഇതെങ്ങനെ നിർമ്മിക്കാം? ഈ കർപ്പൂരത്തിന്റെ ബട്ടണുകൾ നിർമ്മിക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, അല്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടണിൽ കാണും. അതിൽ വീഡിയോ വരെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. കർപ്പൂര നിർമ്മാണ യന്ത്രമുണ്ട്. അതിന്റെ ഹോപ്പറിൽ നമ്മൾ റെഡി മിക്സ് ലോഡ് ചെയ്തതിനു ശേഷം ആവശ്യമായിട്ടുള്ള വലുപ്പത്തിലുള്ള ബട്ടൺ നിർമ്മിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഡൈ മെഷീനിൽ ലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ യന്ത്രം മണിക്കൂറിൽ ഏതാണ്ട് ഒരു 5000-6000 ബട്ടൺ വരെ തനിയെ നിർമ്മിച്ചു നൽകും. നമ്മളൊന്നും ചെയ്യേണ്ട. ഈ റെഡിമിക്സ് ലോഡ് ചെയ്യുക, യന്ത്രം പ്രവർത്തിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ കിട്ടുന്ന ബട്ടണുകൾ, അതായത് ബട്ടൺ എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള കർപ്പൂരമാണ് ഉദ്ദേശിച്ചത്, അത് ശേഖരിച്ച് നമ്മൾ പാക്കറ്റിൽ നിറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇവിടെ നമുക്ക് കർപ്പൂരം ഉണ്ടാക്കുന്ന യന്ത്രം അത് ഏകദേശം നമുക്ക് 50,000 രൂപ മുതൽ മുകളിലേക്ക് ലഭിക്കും. അതിന്റെ ചിത്രങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് പാക്കിങ്ങിനുള്ള സാധനങ്ങളാണ്. പാക്കിങ്ങിന് ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാൻഡ് സീലർ ഉപയോഗിക്കാം. ബാൻഡ് സീലർ ആകുമ്പോൾ വളരെ പെട്ടെന്ന് പാക്ക് ചെയ്ത് പോകാവുന്ന സാധനമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, വലിയ പാക്കിംഗ് യന്ത്രങ്ങൾ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെയുള്ള പാക്കിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഈ ബാൻഡ് സീലർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് 15,000 തൊട്ട് 25,000-30,000 റേഞ്ചിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ കാണിച്ചേക്കാം. അതിന്റെ ലിങ്കും
കർപ്പൂരം ലഭിക്കുന്നതിന്റെ ലിങ്കും കർപ്പൂരം മെഷീന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എങ്ങനെയൊക്കെ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടായാലും നമുക്ക് 24% ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് കർപ്പൂര ബിസിനസ്. ഈ കർപ്പൂരം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് ഒന്നുമില്ല, പരിശീലനം. വേണമെങ്കിൽ കർപ്പൂരം നിർമ്മിക്കുന്ന മെഷീൻ വാങ്ങിക്കുമ്പോൾ അവരോട് തന്നെ ആവശ്യപ്പെട്ടാൽ അവർ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. നമുക്ക് ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ DICയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് 30% വരെ മെഷീനിൽ സബ്സിഡി ലഭിക്കാവുന്നതാണ്. കൂടാതെ ബാക്കിയുള്ള ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് വേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം നമുക്ക് ഉദ്യോഗാധാർ വേണ്ടി വരും, കേസ് എടുക്കേണ്ടി വരും. അതുകൂടാതെ GST ഇപ്പോൾ വേണ്ട, നമുക്ക് 40 ലക്ഷം രൂപ പ്രതിവർഷം കച്ചവടം ഉണ്ടാകുന്നത് വരെ GSTയുടെ ആവശ്യമില്ല. എങ്കിൽ പോലും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിടാൻ റിട്ടേൺ സമർപ്പിച്ചുകൊണ്ട് ഇരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.